ശോഭാ സുരേന്ദ്രന് വീണ്ടും കടുവെട്ട് വെട്ടുവാൻ വി മുരളീധരൻ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിലയുറപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് വി മുരളീധരൻ. ഇതിന്റെ ഭാഗമായി BJP സർക്കാരിന്റെ 9ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഗൃഹസമ്പർക്ക പരിപാടികളുടെ തിരക്കിലാണ് മുരളീധരൻ. ഈഴവ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലമായ ആറ്റിങ്ങലിൽ വളരെ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരുന്നു. 2 ലക്ഷത്തിലധികം വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് നേടുവാൻ കഴിഞ്ഞത്. ഒരു BJP സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം എന്ന നിലയിലാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ ചുരുക്കം ചില A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് ആറ്റിങ്ങൽ വിലയിരുത്തപ്പെടുന്നത്. തൃശൂരും തിരുവനന്തപുരവുമാണ് ഇപ്പോൾ നിലവിലുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ. അവിടെയാണ് നിലവിൽ മന്ത്രിയായ വി മുരളീധരൻ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിവരുന്നത്. ഏറെക്കാലമായി നേതൃത്വവുമായി ശീതസമരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഏപ്രിൽ മാസം കൊച്ചിയിൽ നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശക്തമായ ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നത്. പാർട്ടിയുടെ കേരള ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറിനെയും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും മന്ത്രി വി മുരളീധരനും വേദിയിലിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. ഒന്നുകിൽ തന്നെ പുറത്താക്കുക, അല്ലെങ്കിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നതാണ് ശോഭ ശക്തമായ ഭാഷയിൽ അന്ന് പറഞ്ഞത്. കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര നേതൃത്വം ശക്തമായി പരിശ്രമിക്കുമ്പോൾ പക്ഷേ കേരളത്തിലെ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കി നിർത്തുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ വിമർശനമുന്നയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. വി മുരളീധരൻ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് താൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നുവെന്നും തുടർന്ന് മുരളീധരൻ വന്നതിന് ശേഷം മഹിളാ മോർച്ചയിലിട്ട് വട്ടം ചുറ്റിക്കുകയായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും 5 അംഗ സമിതിയിൽ അംഗമാവുകയും ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് തിരിച്ചു വിളിക്കുകയുമായിരുന്നു. പക്ഷേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കിയെങ്കിലും പിന്നീട് ഒരു ജില്ലയുടെ ചുമതല പോലും നൽകാതെ തന്നെ ഒഴിവാക്കി നിർത്തി. തൃശൂർ അമിത്ഷാ പങ്കെടുത്ത ചടങ്ങിൽ വേദിയിൽ നിന്ന് പോലും തന്നെ അകറ്റി നിർത്തിയിരുന്നു. ഇതൊക്കെ തനിക്കെതിരെ ചെയ്തത് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണെന്നാണ് മറുപടി ലഭിച്ചതെന്നും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചിരുന്നു. പക്ഷേ പ്രകാശ് ജാവദേക്കറിനെ കൊണ്ട് ഈ രീതിയിൽ പറയിപ്പിക്കുന്നത് വി മുരളീധരനാണെന്നും അന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു. ഈ സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ വി മുരളീധരൻ മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും ഗൃഹസമ്പർക്ക പരിപാടിയിൽ തിരക്കിട്ട് ഓടി നടക്കുന്നതും. ഇതിനിടയിൽ BJP സംസ്ഥാന നേതൃത്വത്തിനോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് BJPയിൽ നിന്ന് ചലച്ചിത്ര പ്രവർത്തകരായ രാജസേനൻ, ഭീമൻ രഘു, രാമസിംഹൻ എന്നിവർ BJP വിട്ടിരുന്നു. കൂടാതെ നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് നടൻ കൃഷ്ണകുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJP സംസ്ഥാന നേതൃത്വത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അതേസമയം BJPയിലേക്ക് വന്നവർ പാർട്ടി വിട്ടു പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു K സുരേന്ദ്രന്റെ മറുപടി. എല്ലാവർക്കും അർഹിക്കുന്ന പരിഗണന നൽകാൻ പരിമിതിയുണ്ടെന്നായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പാർട്ടി വിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ.